തിരുവനന്തപുരം തുമ്പയിലെ വ്യാജ പാസ്പോർട്ട് കേസിൽ നടന്നത് ഞെട്ടിക്കുന്ന ക്രമക്കേടുകൾ. സസ്പെൻഷനായ സീനിയർ CPO അൻസിലിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി പാസ്പോർട്ട് നിർമ്മിച്ചുവെന്നാണ് കണ്ടെത്തൽ. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ നിർമ്മിച്ചുവെന്നും പോലീസ് സ്ഥിരീകരിച്ചു. CPO അൻസിലിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ശ്രീകാര്യം സ്റ്റേഷനിലെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആളുടെ അപേക്ഷ തുമ്പ സ്റ്റേഷനിലെത്തിയതോടെയാണ് വ്യാജ പാസ്പോർട്ടുകളുടെ ചുരുളഴിഞ്ഞത്. സംശയം തോന്നിയ പോലീസ് അപേക്ഷയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ID കാർഡ് ഇലക്ഷൻ കമ്മീഷൻ അയച്ചു. ID വ്യാജമെന്ന് തെളിഞ്ഞതോടെ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു. ക്രമക്കേടുകൾ അത്രയും നടന്നത് തുമ്പ സ്റ്റേഷനിലെ സസ്പെൻഷനിലായ CPO അൻസിലിന്റെ ഒത്താശയോടെയായിരുന്നു. വ്യാജരേഖകൾ നിർമ്മിച്ചതുൾപ്പെടെ CPO അൻസിലിന് അറിയാമായിരുന്നു. സ്റ്റേഷനിലെത്തുന്ന അപേക്ഷകളിലും അൻസിൽ ഇടപെട്ടു. വെരിഫിക്കേഷൻ പരിശോധനകളില്ലാതെ നടത്തി. തുമ്പ സ്റ്റേഷനിലെ 20 അപേക്ഷകളിൽ 13 എണ്ണത്തിലും അൻസിലിന്റെ ഇടപെടലുണ്ടായെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വ്യാജ പാസ്പോർട്ടിന് തുമ്പ സ്റ്റേഷൻ പരിധിയിൽ മേൽവിലാസമുണ്ടാക്കിയെന്നും കണ്ടെത്തലുണ്ട്. വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചത് മണക്കാട് സ്വദേശി കമലേഷാണ്. വ്യാജ പാസ്പോർട്ടിനായി ആളുകളെ സംഘടിപ്പിച്ചത് വർക്കല സ്വദേശി സുനിൽകുമാർ. മണ്ണന്തല സ്വദേശി എഡ്വേർഡ് ക്രമക്കേടിന് സഹായിച്ചു. ഇതിൽ സുനിൽകുമാറിന്റെയും എഡ്വേർഡിന്റെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അൻസിലിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. CPO അൻസിൽ 1 വർഷം പാസ്പോർട്ട് വിഭാഗത്തിൽ ജോലി ചെയ്ത കഴക്കൂട്ടം സ്റ്റേഷനിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.